മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മണികണ്ഠ രാജിനെ കുറിച്ചിട്ട് മനോരമയിൽ ഒരു വാർത്ത വന്നത്. ഇപ്പോഴേക്ക് മനസ്സിലാവാത്തത് ഈ പുതിയ മാധ്യമപ്രവർത്തകരൊക്കെ ഇത്രയ്ക്ക് ഊളകളായിട്ട് പോകുന്നുണ്ടല്ലോ ആണ്. കാരണം ഈ മണികണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മനസ്സിലാകെ ഓർമ്മ വരുന്നത് ഈ മണികണ്ഠ രാജിനെ മാത്രമാണ്. നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ മാത്രമാണ്. ഇത് ഏത് മണികണ്ഠനാണെന്നും അയാൾ ശരിക്കും അഡ്രസ് എന്താണെന്നും പരിപൂർണമായിട്ടുള്ള പേരെന്താണെന്നും ഇത് മണികണ്ഠ രാജ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണെന്നും ഇതൊന്നും അന്വേഷിക്കുന്നില്ല. മണികണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു സിനിമാടിന് അപ്പം അവർക്ക് കാണുന്ന ഒരാളെ ഫോട്ടോ എടുത്ത് വെക്കുക, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചന ഒന്നുമില്ല. ഈ തിരക്കേറിയ ഈ ഒരു മാധ്യമപ്രവർത്തക ജീവിതത്തിനിടയ്ക്ക് ഇതൊന്നും അന്വേഷിക്കുക ഇവർക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് വേറെ. എന്തായാലും സംഗതി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മണികണ്ഠന്റെ ഒരു അസല് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വാടക വീട്ടിൽ നിന്ന് 1.90 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ 9.0 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നാണ് വാർത്ത. മനോരമ ലേഖന്റെ ഒറ്റപ്പാലത്ത് നിന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ കേട്ടാ സംഗതി, അങ്ങനെ കേൾക്കണേ. നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ വാർത്ത ഒന്ന് വായിച്ചിട്ട് പോലും ഇല്ല ഈ മനോരമയിലത്തെ ആളുകൾ എന്ന് മനസ്സിലാക്കണം. ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ, കൊടുക്കാൻ പോകുന്ന വാർത്ത ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഇയാൾ ഒരു മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥനല്ല. ഈ ഒരു മണികണ്ഠൻ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥനല്ല എന്ന് പറയുന്ന സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണ്ടേ. അതിന് പോലും ഇവർ ശ്രമിച്ചിട്ടില്ല, മനസ്സിലാവണം. സോ എന്തൊക്കെയായാലും ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്ന് 1.90 ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെല്ല് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഒക്ടോബർ 29 റെയ്ഡ്. കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠന്റെ വാടക വീട്ടിൽ നിന്ന് പണത്തിന് മുമ്പ് മൊബൈൽ ഫോണിൽ ചില രേഖകളും കസ്റ്റഡിയിൽ. നോക്കൂ, കൃത്യമായിട്ടും വാർത്തയിൽ പറയുന്നുണ്ട് ഇയാൾ ഒരു സബ് ഓഫീസറാണ്, ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. നമ്മുടെ ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഈ സിനിമാടൻ അതല്ല. അപ്പൊ ഈ വാർത്ത വായിച്ചിട്ട് ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് ഒരു സാമാന്യ ധാരണ വേണ്ടേ? അതില്ല എന്നാണ്. ഇനി ആരാണ് ഈ മണികണ്ഠൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, മോണിക്ക എന്ന് പറയുന്ന ഒരു AI സ്റ്റോറി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് മണികണ്ഠൻ. ഒരു അനിൽ എന്നുള്ള പേരിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത് നമ്മുടെ ബിജു മേനോനൊപ്പം ഇദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇതാണത്രേ ശരിയായിട്ടുള്ള മണികണ്ഠൻ. പക്ഷെ ഇതൊന്നല്ല വാർത്ത കൊടുത്തത്. എന്തായാലും മനോരമയ്ക്കെതിരെ 8ന്റെ പണിയുമായിട്ടിരിക്കുകയാണ് നമ്മുടെ ശരിക്കുള്ള മണികണ്ഠൻ. അദ്ദേഹം പറയുന്നത് പരിപൂർണമായിട്ട് കേൾക്കാം. മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അത് എന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പൊ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോ ഇത് മണികണ്ഠനാ? അതെ മണികണ്ഠനാണ് പറഞ്ഞப்போ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ண, அது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്.
അപ്പൊ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ല. അവരാ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു പോകുന്നു. നന്നായിട്ടുണ്ട്. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു പണി കിട്ടണം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പണി ഇപ്പോൾ CPM കൊടുത്തിട്ടുണ്ട്. മനോരമയ്ക്കെതിരെ തന്നെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് മുമ്പാണ് കൊടുത്തത്. ഒരു കള്ള വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ട് SDPയുമായിട്ട് ഒത്തുചേർന്നിട്ട് പ്രവർത്തിച്ചു എന്നുള്ള വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ മറുപടി തരാൻ വേണ്ടിയിട്ടൊക്കെ CPM ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മണികണ്ഠരാജൻ പറയുന്ന ചില്ലറ കാര്യം, ഇദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. ഈ ഒരു വാർത്ത ഏതൊക്കെ രീതിയിലാണ് പറന്ന് കളിക്കുക. നമുക്ക് തമിഴ്നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഇത് മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല. ഈ ഒരു വാർത്ത പത്രക്കട്ടിങ് കൊണ്ട് അയച്ചു കൊടുത്തിട്ട് മണികണ്ഠൻ അറസ്റ്റിലായി എന്നുള്ള സംഗതി വെച്ച് മണികണ്ഠന്റെ ഫോട്ടോ കണ്ട് തിരിച്ചറിയാലോ. മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് മണികണ്ഠൻ അറസ്റ്റിലായി എന്ന് തന്നെയാണ് അവർ വിചാരിക്കുക. അതില് അങ്ങനെ തന്നെ ഉള്ളത് അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ എന്നാണ് ഒരുമാതിരി ഊളകള്. എന്തൊക്കെയായാലും ഇങ്ങനത്തെ ഒരു വാർത്ത കൊടുത്തതിന് ഭാഗമായിട്ട് ഈ പാവം മനുഷ്യനൊരു സിനിമ നഷ്ടപ്പെടേണ്ടതായിരുന്നു. ആ ഒരു ഫിലിം കൺട്രോളർ ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഇദ്ദേഹം തന്നെയാണ് അറസ്റ്റിലായെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു അവസരം മണികണ്ഠൻ നഷ്ടപ്പെടും. അവർ വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യും. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ ഒരു ചെങ്ങാതി അറസ്റ്റിലായി എന്നുള്ളൊരു ചീത്തപ്പേര് ഈ ഇൻഡസ്ട്രിയിൽ മുഴുവൻ കറങ്ങിയിട്ട് ചിലർ ഈ വാർത്തകൾ അതിന്റെ പിന്നാലെ നിന്ന് അന്വേഷിക്കാൻ ചിലപ്പോൾ നിൽക്കില്ല. അയാൾ അറസ്റ്റിലായി എന്നാൽ അയാളെ മാറ്റിക്കോളൂ, അങ്ങനത്തെ ചീത്തപ്പേരിൽ ഒരാൾ നമ്മുടെ സിനിമയിൽ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തൊരവസ്ഥയാണ് ഇത്തരം നടന്മാർക്കൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ചു. അപ്പൊ ഈ വാർത്ത കൊടുക്കുന്ന ഇത്തരം ആളുകൾക്ക്, ഈ പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ഒരു അന്തവും കുന്തവുമില്ല. അറ്റ്ലീസ്റ്റ് ആ വാർത്ത കൊടുക്കാൻ പോകുന്ന വാർത്തയെങ്കിലും ഒന്ന് വായിക്കണം നിങ്ങൾ. മറ്റു വാർത്തകളൊന്നും വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാൻ പോകുന്ന വാർത്തയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ, ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല എന്നുള്ള ഒരു സാമാന്യ ധാരണയെങ്കിലും തലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ ഇത് അദ്ദേഹമല്ല എന്നെങ്കിൽ അവർക്ക് മനസ്സിലാകും. പക്ഷെ അതുപോലും ഇവന്മാര് ചിന്തിക്കുന്നില്ല. എന്തായാലും നല്ല പണി കിട്ടണം ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക്. ഇങ്ങനെ ഉള്ള ആളുകൾ നല്ല ഗംഭീര പണി കൊടുക്കുകയും നഷ്ടപരിഹാരമായിട്ട് ഒരു വലിയ തുക തന്നെ ഇവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കും വേണം. എന്തായാലും മണികണ്ഠരാജൻ, ഹാറ്റ്സ് ഓഫ് യു. നിങ്ങൾക്ക് സിനിമകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഗംഭീരമായിട്ട് കേസായിട്ട് മുന്നോട്ട് പോയി നല്ല രീതിയിൽ നല്ല നഷ്ടപരിഹാരം, മാനനഷ്ട കേസിനൊക്കെയാണ് കേസ് കൊടുക്കേണ്ടത്. മാനനഷ്ട കേസാണല്ലോ ഇത്. ഇതൊക്കെ കേസ് കൊടുത്തിട്ട് നല്ല തുക വാങ്ങിച്ച് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. സുഹൃത്തുക്കളെ, ഇമാതിരി വാർത്ത കൊടുക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കൂടി അറിയാൻ ചെറിയ താല്പര്യമുണ്ട് കേട്ടോ. ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക. ബൈ.